വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇന്ന് അതിനായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് കസാരോ ക്രീമറി. കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു നിങ്ങളിൽ കുറച്ച് പേരൊക്കെ. ചീസ് ഫാക്ടറി, നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൊഡക്ഷനുള്ള ഒരു നല്ലൊരു ചീസ് ഫാക്ടറിയാണ് ഈ കസാരോ ക്രീമറി. എൻ്റെ വീഡിയോസിൽ ഫസ്റ്റത്തെ വീഡിയോ എന്ന് തോന്നുന്നു ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു പാസ്ത ഉണ്ടാക്കണതാണ് ഫസ്റ്റ് കാണിക്കണത്. പാസ്തയാണ് സോസേജ് ആണാവോ. അവർ ഫാക്ടറി മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും കൂടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പോയി ഫുഡ് അടിക്കാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കണതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫുഡ് കഴിക്കാൻ മാത്രമല്ല, അവരുടെ കുറച്ച് ചീസ് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോസേജും ചീസൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ കസാര ക്രീമറിയുടെ റെസ്റ്റോറൻ്റ് ഉള്ളത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കാട്ടൂർക്ക് പോണ വഴി. കുറച്ച് ഒരു 5-6 കിലോമീറ്ററും കൂടി ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പോകണം. അവിടെയാണ് ഈ ഫാക്ടറി ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടേക്ക് പോണത് കാണാട്ടോ. ഞങ്ങൾ കസാര ക്രീമറിയിലെത്തി. ഈ റൈറ്റിൽ കാണുന്നതാണ് അവരുടെ ഫാക്ടറി. അതിൻ്റെ ലെഫ്റ്റ് കാണുന്ന ക്രാഫ്റ്റ് മീറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലമില്ലേ, അതാണ് അവരുടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞില്ലേ. അത് നന്നായി ഇൻറ്റീരിയർ വർക്കും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീറ്റൊന്നുമില്ല. ഒരു 3-5 ടേബിൾ കഷ്ടിയുള്ളൂ. 10-20 പേർക്കൊക്കെ ഇരിക്കാൻ മാതിരിയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ അത്. പക്ഷെ നല്ലൊരു ആംബിയൻസാണ്. ഒരു തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം. നന്നായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല നീറ്റാണ്, ക്ലീനൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടും ആ സ്ഥലം. അതുപോലെ അവിടെ ചെന്നിരുന്ന് മെനു കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നില്ലാണ്ടായി. കാരണം നമ്മുടെ വായിൽ ഒതുങ്ങണ പേരുകളല്ല ഇതൊന്നും. പിന്നെ കുറേയൊക്കെ ഞങ്ങൾക്ക് പുറത്തായിരുന്ന കാരണം കുറേ ചീസുകളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കാരണം നമുക്ക് കുറേ മനസ്സിലാവണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒരു ബർഗറും ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ ഒരു ചീസ്, ഡിഫറെൻറ്റ് ചീസുകൾ ഒന്ന് ഡിപ്പോട് കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂയോർക്ക് ചീസ് കേക്കൊക്കെ ഇവിടുത്തെ ഫേമസ് ആണെന്ന് പറഞ്ഞ് കേട്ടേക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു ഫുഡ് കഴിഞ്ഞ് ചെന്ന കാരണം ഒരുപാട് ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തില്ല. ഇവിടെ ഈ വിൻഡോ സൈഡിൽ ഹെലിക്കോണിയാണ് നട്ടുവെച്ചായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ചെയ്തിരുന്നതെന്ന് ഞാൻ പറയാണ്, ഹെലിക്കോണിയ അതേപോലെ. അങ്ങനെ ഞങ്ങളുടെ ബർഗർ വന്നു. ഈ ബർഗർ പുൾഡ് പോർക്ക് ബർഗർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ബർഗറിൻ്റെ ഇതിൻ്റെ ഈ ബണ്ണുണ്ടല്ല, വായിലിട്ട അലിഞ്ഞു പോണ പോലത്തെ അത്രയ്ക്ക് സോഫ്റ്റ്. പിന്നെ ഉള്ളിലാണെങ്കിൽ ബേക്ക്ഡ് പോർക്കും ഒനിയനും ഒരു സ്വീറ്റ്നെസ് ആയിട്ടുള്ള ചെറിയൊരു മസാല ഇട്ടിട്ടുള്ള ഒരു ഐറ്റം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്ന സാൻഡ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാം ആൻഡ് ചീസ് മെൽറ്റ് സാൻഡ്വിച്ച് എന്നാണ് ഈ ഐറ്റത്തിൻ്റെ പേര്. ഇത് ഉള്ളിലൊരു 3-4 തരം ചീസും പിന്നെ ഹാമും. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് അവർ തന്നെ ഉണ്ടാക്കണതാണ്, അതാണ് അത്രയും ടേസ്റ്റ്. നമ്മൾ വാങ്ങണ സാധാ ബ്രെഡ്, മധുരമുള്ള സ്വീറ്റുള്ള ബ്രെഡല്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ്. എങ്ങും കിട്ടില്ല എന്ന് തോന്നുന്നത് വേറെ എവിടെയും. പിന്നെ ഞങ്ങൾക്ക് ഈ ചാർക്കുട്ടി ബോർഡിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യണതാണ് അവർ. ചാർക്കുട്ടി ബോർഡ് ലഞ്ച് സീസൺ വരുന്നത്
3 ഏജ് ചീസും ഒരു ഫ്രഷ് ചീസും ഒരു ക്രീം ചീസും പിന്നെ 2 മീറ്റ് ചിക്കൻ പെപ്പറോൺ ബേക്കൻ പെപ്പർ. മലബാർ ബാക്ക് 2 months above ഏജ് റേഞ്ച് ചീസാണ്. കുരുമുളകിൻ്റെ ഒരു കോട്ടിങ് ഫ്ലേവറാണ് വേണ്ടത്. പിന്നെ ഇത് ഗോഡ്സ് ഓൺ ജാക്ക് അത് 4 months above ഏജ് റേഞ്ച് ചീസാണ്. ആൻഡ് കോമ്പിനേഷൻ ചിക്കൻ പെപ്പറോൺ. ഇത് ഫ്രഷ് മൊസറല്ല സ്റ്റഫ്ഡ് വിത്ത് ഒലിവ്സ് അതൊരു ഫ്രഷ് ചീസാണ്. അതിൻ്റെ കോമ്പിനേഷൻ ചിക്കൻ പെപ്പറോൺ. ഇത് പ്ലെയിൻ കൂടെ 6 months above ഏജ് റേഞ്ച് ചീസാണ്. അതിൻ്റെ ബഹാനിക്കിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഇത് സിനമൺ ആൻഡ് മേപ്പിൾ ക്രീം ചീസ് അതിൻ്റെ ബിസ്ക്കറ്റ്സ് ആണ് കോമ്പിനേഷൻ. പിന്നെ ഇത് ബേക്കൺ ജാം എന്ന് പറയുമ്പോൾ ബേക്കൺ ബിറ്റ്സിൽ ഹണിയും ബ്രൗൺ ഷുഗറും കുറച്ച് മസാലകൾ ഇട്ടിട്ടുള്ള ഒരു സ്പ്രെഡബിൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ക്യാഷ് ബിസ്ക്കറ്റ്സ് തന്നെ. പിന്നെ ഈ ക്യാഷ്യൂ ക്യാൻബറി ആപ്രിക്കോട്ട് ഇതെല്ലാം പാലറ്റ് ക്ലാൻസറാണ്. ഓരോ ചീസ് കഴിച്ച് കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് പോലെ. ഒരു 6 ചീസാണ് തന്നതെന്ന് തോന്നുന്നത്. അതിൽ ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് അവർ ആൽമണ്ടും ക്യാഷും ഒക്കെ തന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ സാൻഡ്വിച്ച്. ഫ്രഷ്നെസ് ആണ് അല്ലേ ഈ ചീസുകൾക്കൊക്കെ ഓരോന്നിനും ഓരോ ഡിപ്പ് അവർ തന്നിട്ടുണ്ട്. ഹണി ചില ചീസ് ഹണി ഡിപ്പ് ചെയ്ത് ഹണിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറഞ്ഞു. പിന്നെ സോൾട്ടഡ് ബിസ്ക്കറ്റ് വെച്ചിട്ട് ക്രീം ചീസിൻ്റെ ഒരു ക്രീം അത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ്. അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്നൊന്ന് കട്ടാവാൻ വേണ്ടിയിട്ടാണ് അവരത് ആൽമണ്ടും ക്യാഷും പിന്നെ എന്തോന്നാ ക്രാൻബെറി ഒക്കെ തന്നേക്കണത്. അപ്പോൾ ഒരു ചീസ് കഴിഞ്ഞ് അത് കഴിച്ച് കഴിയുമ്പോൾ അടുത്ത ചീസ് അങ്ങനെ കഴിക്കാൻ വേണ്ടി ആ ഡിപ്പോട് കൂടി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്ത് മൊസറല്ല ബ്ലോക്ക് 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിസ്സയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാർമസൻ ചീസ് നമുക്ക് പാസ്തയുടെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിടാൻ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മസ്കർപോൺ ചീസ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് തിരാമിസു അങ്ങനെ ഒരു ഡെസേർട്ട് ഉണ്ടല്ലോ, ആ ഡെസേർട്ടിൽ മസ്കർപോൺ ചീസാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് വാങ്ങി ഒരു പ്രാവശ്യം അതൊന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്. നാട്ടിൽ ഞങ്ങളത് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇനി എത്ര പ്രാവശ്യം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചേക്കാണ്. പിന്നെ സോസേജ് സിസിലിയൻ പോർക്ക് സോസേജും ഇറ്റാലിയൻ പോർക്ക് സോസേജാണ് 2 തരം സോസേജും വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് കഴിച്ച ഈ ഐറ്റംസ് ഇവിടെ അല്ലാണ്ട് വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ ബർഗറും ആ സാൻഡ്വിച്ചും ഇവിടെ തന്നെയാണ് കിട്ടുള്ളൂ. സാൻഡ്വിച്ച് പിന്നെയും വേറെ സ്ഥലത്ത് കിട്ടിയെന്ന് വരും, ബർഗർ എന്തായാലും കിട്ടില്ല. സാൻഡ്വിച്ചും കിട്ടാൻ വഴിയില്ല. ഇത്രയും തരം ചീസൊക്കെ ഇട്ടിട്ട് ഒറ്റ ഹോട്ടലുകാരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കസാര ക്രീമറിയിൽ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കെങ്കിൽ വന്ന് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞു പോകണമെന്ന് നല്ലതാണ്. ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകണതാണ് കേട്ടോ. നല്ലൊരു ഫുഡായിരുന്നു ഇവിടുത്തെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അവിടെ തീരാണ്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.